ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള യാത്ര അതെ ഇവിടെ തുടരുകയാണ്. ആക്ച്വലി ഈ വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റായി, കാരണം ഗ്ലോബൽ വില്ലേജൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തു. അതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റാഷ്ദിയ ബസ് സ്റ്റേഷനിൽ ബസ്സൊക്കെ നോക്കി ഇരിക്കുക കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം അന്ന് നോമ്പിൻ്റെ ടൈം ആയത് കാരണം സന്ദീപേട്ടൻ നോമ്പ് എടുക്കുന്നുണ്ട്. സോ ഒരു 6:30 ആകുമ്പോഴേക്കും നോമ്പ് ഓർക്കണം. സോ റാഷ്ദിയ ബസ് സ്റ്റേഷനിൽ അവിടെ തന്നെ ഉള്ളൊരു കഫ്തേരിയയിൽ ഞങ്ങൾ നോമ്പ് ഓർക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ നോമ്പ് തുറന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോഴേക്കും ബസ് പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബസ് ടൈമൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയത്, പക്ഷേ ബസ് പോയി. പിന്നെ 1 അവർ കഴിഞ്ഞ് ബസ്സുള്ളൂ. അവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റായിരുന്നു. എന്തോ 1 വീക്ക് കഴിയുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയത്. സോ ആൾക്കാർ കുറവായിരുന്നു ബസ്സിൽ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും ജനസമുദ്രമായിരുന്നു. പക്ഷേ ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ അങ്ങോട്ടേക്ക്. അങ്ങനെ ബസ്സൊക്കെ കയറി ഗ്ലോബൽ വില്ലേജിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്കാട്ടോ പോയത്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ നല്ല അടിപൊളിയാണ്, രക്ഷയില്ല. അയ്യോ, അത്രയ്ക്കും അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ ആണെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നഷ്ടമെന്നാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിലേക്കാട്ടോ പോയത്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. ഇത് ഞാൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ കിട്ടി, ഇനി ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഷോ കാണിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടേക്ക് ഉള്ളിലേക്ക് കയറാണ്. ഇതാട്ടോ കയറുമ്പോൾ തന്നെയുള്ള വ്യൂ, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് കണ്ടില്ലേ, ഒട്ടും ആൾക്കാരില്ല ബസ്സിലെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ അത്രമാത്രം ജനങ്ങളായിരുന്നു. അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ജനങ്ങളായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഓരോ സാധനങ്ങളും അവർ സെറ്റ് ചെയ്തേക്കുന്നതും ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അത്രയ്ക്കും അടിപൊളിയാണ് ഗ്ലോബൽ വില്ലേജ്. ഞാൻ പറയുന്നു, ഒരു ദിവസമൊന്നും പോരാ ഗ്ലോബൽ വില്ലേജ് കാണണമെങ്കിൽ. മിനിമം ഒരു 2-3 ദിവസമെങ്കിലും വേണം ഗ്ലോബൽ വില്ലേജ് കണ്ടു തീർക്കാൻ. നടക്കാനും ഉണ്ട് കുറേ, കാണാനും ഉണ്ട് കുറേ, അത്രയ്ക്കും അടിപൊളിയാണ്. ഇങ്ങനെ ഓരോ കൺട്രി വൈസാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഓരോ കൺട്രിയിലേക്കും കയറുമ്പോൾ അവരുടേതായ കുറച്ച് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും റിച്വൽസും അവരുടെ ഫുഡ് ഐറ്റംസും അങ്ങനെ അവരുടെ കോസ്മെറ്റിക്സ് ആണെങ്കിലും അങ്ങനെ ഓരോന്നും അവരുടെ രാജ്യത്ത് അവരുടെ കൺട്രിയിൽ എന്താണോ അത് അവിടെ സെറ്റ് ചെയ്തേക്കണം. അതാട്ടോ നല്ല രസമാണ് കാണാൻ. കുവൈറ്റിൽ കയറിയിട്ട് അവിടെ അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഐറ്റംസും അവരുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അവരുടെ എന്താ പറയുക കോസ്മെറ്റിക്സും അങ്ങനെ ഓരോന്നും സ്പൈസസ് അങ്ങനെ ഓരോന്നും അവിടെ വച്ചിട്ടുണ്ട്. നമുക്കത് വാങ്ങാം. പെർഫ്യൂംസ് അങ്ങനെ ഓരോന്നും ഡ്രസ്സ് ഐറ്റംസാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. ഡ്രസ്സ് ഐറ്റംസും പിന്നെ എന്താ പറയുക പെർഫ്യൂംസും അതൊക്കെയാണ് എല്ലായിടത്തും മെയിൻലി കാണുന്നത്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അവിടെയും ഇതുപോലെ തന്നെ സെയിം ഡ്രസ്സ് ഐറ്റംസ് ഫുഡ് ഇതൊക്കെ തന്നെയാണ്. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ നല്ല തിരക്കായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഒട്ടും തിരക്കുണ്ടാവില്ല.
എന്താ പറയുക, ഈ എക്സാമ്പിൾ കൊറിയൻ കോസ്മെറ്റിക്സ് ഒക്കെ അവിടെയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഈജിപ്ഷ്യൻ അവിടെയൊക്കെ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില കൺട്രിയിൽ ഇതിൽ കയറുമ്പോൾ നല്ല തിരക്കായിരിക്കും, ചിലതിൽ അങ്ങനെ ഒട്ടും തന്നെ തിരക്കുണ്ടാവില്ല, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഈ സെയിം തന്നെ, പിന്നെ അവരുടേതായ വ്യത്യാസം. ബഹ്റിൻ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു ഇത് തോന്നി. കാരണം എൻ്റെ ഭൂരിഭാഗം പേരും കസിൻസ് ഭൂരിഭാഗം പേരും ബഹ്റിനിലാണ്. അപ്പോൾ ഞാൻ പറയാം ബഹ്റിൻ എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബഹ്റിനിലേക്കും കയറി. എല്ലായിടത്തും ഇതൊക്കെ തന്നെ കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ സ്റ്റൈല് എന്താണോ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡ്രസ്സും കോസ്മെറ്റിക്സും പെർഫ്യൂംസും ഫുഡും ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും. പക്ഷെ അവരുടെ ആ ഒരു സ്റ്റൈല് അത് തന്നെ. അവരുടെ റിച്വൽ ബേസ്ഡും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് കണ്ടില്ല, നല്ല രസമായിട്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈജിപ്തിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കാണുമ്പോൾ വാങ്ങാൻ ഭയങ്കര ആഗ്രഹം തോന്നി, പക്ഷേ വാങ്ങിയില്ല. കാരണം അവരോട് ചോദിച്ചപ്പോൾ അവരെന്തോ റിച്വൽ ബേസ്ഡായ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ വെറുതെ നമുക്കൊന്നും അറിയോ ഇല്ല, അതുകൊണ്ട് വാങ്ങാൻ നിന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നും പോന്നു. നടന്ന് കഴിഞ്ഞാൽ തീരില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദിവസമൊന്നും പോരാ ഗ്ലോബൽ വില്ലേജ് കാണാൻ. കാരണം അത്രയ്ക്കും ഉണ്ട് കാണാൻ. ഈ ഓരോന്നും കയറി ഇറങ്ങി കാണണമെങ്കിൽ ടൈം എടുക്കും നല്ല രീതിക്ക്. ആണ് ജസ്റ്റ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തേ. പിന്നെ തിരക്ക് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് കയറും, അത്യാവശ്യം നോക്കും. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ കയറും. ചില സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടാവും, ചിലതിലൊക്കെ സെയിം ഈ പറയണ ഓരോ കാര്യങ്ങളും പിന്നെ അതുപോലെ അവരുടേതായ സ്റ്റൈൽ ഇതൊക്കെ തന്നെയാണ് കൂടുതലും. എത്തി. അവിടെ കയറി, അവിടെ ഞങ്ങൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതാണ് ഇന്ത്യ കണ്ടപ്പോൾ എന്തോ നമുക്ക് ഭയങ്കര അഭിമാനം എന്ന് പറയില്ലേ, അങ്ങനെ അവിടെ കയറി. അവിടെയും ഇതുപോലെ തന്നെ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ
ഫേസ് നോക്കുമ്പോൾ പെർഫെക്ഷൻ, ഒരു കറക്റ്റ് പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ എന്തോ ഭയങ്കര നമുക്ക് ഫേസ് അങ്ങോട്ട് തൃപ്തികരമാവുന്നില്ല. കൃഷ്ണൻ്റെ ആണെങ്കിലും ശിവൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല, അവിടെ നിന്ന് പോന്നു. ജസ്റ്റ് ഇങ്ങനെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ റൈഡാണെന്നോട്ടോ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കിയത് പിള്ളേരുടെ സെക്ഷനാണ്. കംപ്ലീറ്റ് ഈ കോട്ടൺ ക്യാൻഡി, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, കുക്കീസ് അതായിരുന്നു കേട്ടോ അവിടെ. പെട്ടെന്ന് കണ്ടപ്പോൾ റൈഡാന്ന് വിചാരിക്കും, പക്ഷെ കംപ്ലീറ്റ് ഫുഡ് ഏരിയയാണത്. പക്ഷേ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ റൈഡും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്കുണ്ട്. സമയമില്ല, അതുകൊണ്ടാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ട്. ഒരു 2 ദിവസമെങ്കിലും മാക്സിമം നമ്മൾ രാവിലെ വന്ന് വൈകിട്ട് വരെ നിന്നാലേ ഒന്ന് കണ്ടു തീരുള്ളൂ എന്ന് പറയാം, മര്യാദയ്ക്ക് കണ്ടു തീരുള്ളൂ എന്ന് പറയാം. അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ട്. ചിലതൊക്കെ ഞങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഇറങ്ങുമായിരുന്നു. അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാട്ടോ ഈ കണ്ടത്. എന്തോ ബാൻഡ് എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ വയ്യാണ്ടുമായി. നടന്ന് പറഞ്ഞാൽ അതുപോലെ നടക്കാനും ഉണ്ട്.
ഇതിലേക്ക് അങ്ങോട്ട് വന്നു. കാരണം അത്രയ്ക്കും നടക്കാനുണ്ട്, അത്രയ്ക്കും കാണാനും ഉണ്ട്. ക്ഷീണിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ബബിൾ ടീയും സന്ദീപേട്ടനും ഒരു പാഷൻ ഫ്രൂട്ട് മൊജീറ്റോ അങ്ങനെ എന്തോട്ടോ കുടിച്ചേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കായി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ നടന്നു ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്നുള്ള രീതിയിലേക്ക്. സത്യം പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കുണ്ട് കാണാൻ, നമ്മൾ കണ്ട് തീരില്ല എന്ന് തന്നെ പറയാം. അതെന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് പറയാം, മസ്റ്റ് വിസിറ്റ് ഒരു സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു വിശേഷം അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞങ്ങൾ നല്ല അടിപൊളി വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.